എപ്പം കേട്ടിട്ട് കേട്ടിട്ടുള്ള ആരെങ്കിലുണ്ടോ? എപ്പം കേട്ടിട്ടുള്ള ആരെങ്കിലുണ്ടോ? എപ്പം കേട്ടിട്ടുള്ള ആരെങ്കിലുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. എപ്പം വഴി ഒരാളെ റേഡിയോ ഒരാൾ കാണും, ജോക്കിയായിട്ട് ഒരാൾ കാണും. അപ്പോൾ അവരെ കൂടുതൽ സംസാരിക്കുന്നത് എല്ലാം അവരാണ്. പിന്നെ ഇത് എളുപ്പമാകുമ്പോൾ ചിലപ്പോൾ ഈ വ്യത്യസ്ത വ്യക്തികളെ കാണും. അവിടെ നടന്മാരോ നടിമാരോ കലാകാരന്മാരോ ആൾക്കാരോട് അവരുടെ ഒരു സംവാദം പല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരെങ്കിലും വ്യത്യസ്ത വ്യക്തികൾ വരുന്നെങ്കിൽ അവർക്ക് അതുമായിട്ട് നമുക്ക് സംവാദം നടത്താം. ഇവിടെ കുട്ടികളുടെ തന്നെ ഓരോ ക്ലാസ്സുകാരെ കൊടുക്കുന്നു. ഓരോ ക്ലാസ്സുകാരും നേരത്തെ ഒരാളെ നല്ല സംസാരിച്ച് കഴിയുന്ന ഒരാൾ ഒരു ജോബ് അവരായിരിക്കും ഓരോ സംസാരിക്കുകയും കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മളെ വർക്ക് ശ്രമിക്കുക. അപ്പം ഒരാൾ നോക്കിയിരിക്കുന്നു, ഒരാൾ ഇപ്പോൾ പാടാൻ കഴിയുന്ന പാടാൻ പാടാൻ കഴിവുള്ളത് പാടാം. അതുപോലെ കവിത ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിൽ പറഞ്ഞു വന്നിരിക്കുന്നത് പോലെ അങ്ങനെയല്ല. ഇതിനൊരു സമിതിയെ തിരഞ്ഞെടുക്കും. നമ്മുടെ അച്ഛസാറും നമ്മുടെ ബിജു സാറും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സമിതി ഉണ്ടാവും. ആ സമിതിയിൽ ഇപ്പം 7ാം ക്ലാസ്സുകാരാണെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണം. അപ്പം അവരവരുടെ കഴിവുകൾ അവര് നല്ല കുട്ടികൾ നമ്മൾ അവതരിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ പറയുമല്ല, പുസ്തകത്തിലേക്ക് ഒരു കവിത കുറിച്ചല്ല, അങ്ങനല്ല. നമ്മൾ പ്രിപ്പയർ ആയിട്ട് വന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അത് വേണം നമ്മൾ അവിടെ അവതരിപ്പിക്കാൻ. ഇപ്പം നമ്മൾ ടിവിയിലൊക്കെ കാണുമല്ലോ, അവതാരകർ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ട്, ഒരു അവതാരകരോ അല്ലെങ്കിൽ അവതാരകരോ കാണും. അപ്പം അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് അവതരിപ്പിക്കണം. അപ്പം അവരതിൻ്റെ കുറിച്ച് പറയും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ മോഡലൊക്കെ കാണിക്കും. അപ്പം നിങ്ങളുടെ എല്ലാം കഴിവ്
കുട്ടികളെ പറ്റി അഭിപ്രായം പറയും. കുട്ടികളും അധ്യാപകരും നിങ്ങളോടൊപ്പം നല്ല സന്തോഷത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മക്കളെ ടീച്ചറിന്റെ ഇഷ്ടമാണോ? റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചർ ട്രെയിനിങ് ടീച്ചർ നമുക്ക് നല്ലൊരു പാട്ടാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ടീച്ചറിന്റെ പാട്ടിരിക്കണോ? ആനിവേഴ്സറിക്ക് തുടക്കം കുറിച്ചു. പക്ഷേ നമ്മൾ ആരംഭിക്കാൻ കഴിയില്ല. മക്കളെ ഇതിന്റെ പാഠങ്ങൾ